നമസ്കാരം, എല്ലാവർക്കും ഈക്വൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ചെയ്തതാണ്. സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർ ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യമാണ് ഇന്നത്തെ ദിവസം പറയാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമോ ഇല്ലയോ എന്നുള്ള പല കൺഫ്യൂഷനുകളും ഉണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമെന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീസൺ ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്പെഷ്യൽ ടോപ്പിക്ക് മാറാതിരിക്കാനാണ് സാധ്യത. 99% സ്പെഷ്യൽ ടോപ്പിക്ക് മാറില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ PSCയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ അനൗദ്യോഗികമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാറില്ല. കാരണം ഈ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ 1 വർഷത്തേക്കുള്ള കാലാവധി മിക്ക സ്ഥാപനങ്ങളിലും കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുമ്പോൾ മിക്കവാറും സിലബസിന്റെ കാര്യത്തിൽ അവർക്കും ക്ലാരിഫിക്കേഷൻ കുറവുള്ളത് കൊണ്ട് തന്നെ പഴയ സാധനം വെച്ച് തന്നെ ഓടിക്കാം എന്നാണ് അവർ തീരുമാനിച്ചത്. പിന്നെ എന്തിനാണ് ഈ പുതിയ വന്നിരിക്കുന്ന സിലബസിനകത്ത് ആ സെക്ഷൻ മാറ്റി വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, സിലബസ് മാറും എന്നാണ് ഞാൻ പറഞ്ഞത്. സിലബസ് മിക്കവാറും മാറില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അവരങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നുള്ളതാണ്. കൂടുതൽ ഇൻഫർമേഷൻ PSCയുടെ ഭാഗത്തു നിന്നാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. ഇനി നിയമവിദഗ്ധരുമായി ഞാൻ സംസാരിച്ചപ്പോൾ, നമ്മുടെ ഓഫീസിലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, എൻ്റെ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രശ്നം നിലവിൽ ഇല്ലാത്തൊരു നിയമം, പുതിയ നിയമം വന്നു കഴിഞ്ഞു. അത് ആൾറെഡി രാഷ്ട്രപതി അസന്റ് കിട്ടിയതാണ്. അങ്ങനെ ഒരു നിയമം നിൽക്കുന്ന സമയത്ത് പഴയ നിയമത്തിലെ ഈ പറയുന്ന പ്രൊവിഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ഭാഗം കൂടി ഉണ്ട്. അതിനാ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഭാവിയിലെ പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനേ ഉള്ളൂ. രണ്ടും പഠിച്ചു പോകുക എന്നുള്ളതാണ്. രണ്ടും പഠിക്കുക അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കോഴ്സിലുള്ള ആളുകൾക്ക് ഞാൻ നമ്മുടെ കോഴ്സിൽ CPയുടെ ബാച്ചിലായാലും WCPയുടെ ബാച്ചിലായാലും നമ്മൾ രണ്ടും ഒരേ സമയം പറഞ്ഞാണ് പോകുന്നത്. IPCയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ BNSന്റെ കാര്യങ്ങളും ഒരേ സമയം പറഞ്ഞ് സിമ്പിളായിട്ട് അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടും പറയുകയാണ്, എന്താണ് സംഭവിക്കുന്നത്. PSCയുടെ കാര്യം അറിയാമല്ലോ. നമ്മൾ എന്ത് ചെയ്തിട്ടും വലിയ കഥയൊന്നും ഇല്ലെന്നുള്ളതാണ്. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ഇവരോട് കേസ് പറയാൻ പോയി കഴിഞ്ഞാലും സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ ചലഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതവിടെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സിലബസ് ഇതാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് മിക്കവാറും ഒരു സേഫ് സോണിൽ നിന്നുള്ള കളിയായിരിക്കും PSC കളിക്കാൻ പോകുന്നത്. അതായത് സെക്ഷൻ ഒന്നും ചോദിക്കത്തില്ല. പകരം ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രൊവിഷൻസ് മാത്രം ചോദിച്ച് അതൊരു പ്രസ്താവന രൂപത്തിലാക്കിയായിരിക്കും ചോദിക്കാൻ പോകുന്നത്. നിങ്ങളോട് ഞാനൊരു ഉപദേശം തരികയാണ്. അത് WCP ആണെങ്കിലും CP ആണെങ്കിലും പോലീസ് ഡ്രൈവറിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും നിങ്ങളൊരു സേഫ് സോണിൽ നിന്ന് നിൽക്കരുത്. നിങ്ങൾ രണ്ടും കൂടി പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും പ്രയോജനപ്പെടാൻ പോകുന്ന സാധനമാണ്. എന്തായാലും ഈ ഇൻഫർമേഷൻ ഞാൻ വന്ന് പറയാൻ റീസൺ, ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോകൾ ഈ പറയുന്ന സിലബസ് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് അവസാനം വന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മാതിരി എൻ്റെ ഇഷ്ടം നിങ്ങളോടൊരു സത്യസന്ധമായിട്ട് പെരുമാറില്ലെന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് PSCയുടെ ഭാഗത്തു നിന്ന് ആ ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് ഉറപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ട് ആരെങ്കിലും ബോധമുള്ള ആരെങ്കിലും ഒരു നിയമോപദേശം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നും മാറാൻ സാധ്യതയുണ്ട്. ആൾറെഡി നമ്മുടെ വലിയ പബ്ലിക്കേഷൻസ് എല്ലാം പുസ്തകങ്ങൾ അടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സിലബസ് മാറാതിരിക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അതവിടെ എന്തായാലും നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം കൊണ്ടല്ലോ, ഞാനിത് പറഞ്ഞു തീർത്തില്ല. നാളെ വന്നിട്ട് ഇയാളത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് സിലബസ് മാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, PSCയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ശരിയാണെന്ന് തോന്നുന്ന സമയത്ത് ഞാനത് വന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞത് മറ്റേ സൈഡ് പറയുന്നത് നിയമവശമാണ്. നിയമം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. മറ്റേ സൈഡിൽ നിയമവശം അവിടെ നിൽക്കുകയാണ്. ഈ സൈഡിൽ PSCയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് രണ്ടും കൂടെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ PSC ഡിസ്ക്രിപ്ഷൻ നിൽക്കത്തുള്ളൂ. സിലബസ് ഫിക്സ് ചെയ്യാനുള്ള ഒരു അധികാരം അവർക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും വിജയിക്കാൻ പോകുന്നത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് PSC തരും. ഇല്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ഞാൻ എന്തായാലും PSC ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ പോയി ചോദിക്കാം. ഉത്തരവൊന്നും കിട്ടത്തില്ലെന്നറിയാം. എന്നാലും എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിലയിൽ ഞാൻ പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിൽ തന്നെ ചെയ്യാം. എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള കേരള പോലീസ് ആക്ട് പോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പല അധ്യാപകരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലബസ് സാറേ മാറുമെന്ന്. അതിപ്പോൾ പല പ്രമുഖ ഇതിലുമൊക്കെ എടുക്കുന്ന ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നിയമമേഖല നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരോട് കൂടി പറയുകയാണ്, നിങ്ങളും ക്ലാസ്സുകൾ
ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ക്ലാസ്സുകൾ എടുക്കുന്നത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ്. ഞാൻ അവരോടും അങ്ങനെ പറഞ്ഞു, സാറേ എടുക്കുമ്പോൾ രണ്ടും കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ പഠിക്കുന്ന ആളുകളോടും പഠിപ്പിക്കുന്ന ആളുകളോടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ രണ്ടും കൂടി ചേർത്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, മറ്റ് ടോപ്പിക്കുകൾ എടുത്തു പോകുക എന്നുള്ളതാണ്. ഇനി ഇത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഇത് പരിഗണിക്കും.